بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയമോഹനങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ 223. ഇതിലെടുക്കുന്നത് സൂറത്തുൽ മാഊൻ റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ വദാലിക്കല്ലദീ യദഉൽ യതീം എന്നുള്ള ആയത്താണ്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. വെറും 6-7 ആയത്തുകൾ മാത്രമേ ഇതിലുള്ളൂ. ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഒന്ന് പറയാം. ഒരു കാഫിറായ മനുഷ്യൻ അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ നിഷേധിക്കുകയും ഹിസാബ് ജസാ പോലെയുള്ള ആഖിറത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു കാഫിറായ മനുഷ്യനെ പറ്റി പറയും. രണ്ടാമതായിട്ട് മുനാഫിഖിനെ സംബന്ധിച്ച് പറയും, കാപട്യം വെച്ച് പുലർത്തുന്ന, മനസ്സിലൊന്ന് പുറത്തേക്ക് പറയുന്ന മറ്റൊന്ന്, അങ്ങനെ കാപട്യമുള്ള ആൾക്കാണ് മുനാഫിഖ് എന്ന് പറയാൻ. നിഫാഖ്, കാപട്യം മനസ്സിലുണ്ടെങ്കിൽ അതിന് നിഫാഖ് എന്നാണ് പറയുക. അപ്പം മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ വലിയ പാതകമുള്ള ഒരു വാക്കായി തോന്നാമെങ്കിലും അർത്ഥത്തിലും വലിയ ഉള്ള വാക്കാണ്. പക്ഷെ ഇത് സാധാരണ ഒരുവിധം ആളുകളൊക്കെ നിഫാഖ് ഉള്ളവരായിരിക്കാം പല സന്ദർഭങ്ങളിലും. അത് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ആയത്തുൽ മുനാഫിഖ് സലാത്ത്, ഇദാ ഹദ്ദസ കദിബ, ഇദാ വഅദ ഖലഫ എന്നിങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. നാവെടുത്താൽ കളവേ പറയൂ, പിന്നെ വാഗ്ദത്തം ചെയ്താൽ അത് നിറവേറ്റില്ല. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് മുനാഫിഖിൻ്റെ ലക്ഷണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മുനാഫിഖ് അവൻ്റെ അമല്, മുനാഫിഖിനെ അറിയാനുള്ള ലക്ഷണങ്ങൾ ചിലതുണ്ട്. പിന്നെ അവൻ ചെയ്യുന്ന അമല് കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിക്കില്ല. പിന്നെന്താ, ആളുകൾ കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ അവൻ അമലുകൾ ചെയ്യും. അപ്പോൾ ഈ 2 തരം ആളുകൾക്കും ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഈ സൂറത്തിൽ. ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ആയത്തുകൾ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞത്. സൂറത്ത് ആദ്യത്തെ ആയത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അറഅയ്ത നിങ്ങൾ കണ്ടോ? നബിയോട് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലദീ ഒരുത്തനെ, യുകദ്ദിബു അവൻ കളവാക്കുന്നു, ബിദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസത്തെ അവൻ കളവാക്കുന്നു. അപ്പോൾ പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ വിചാരണയുണ്ടാകും. പിന്നെ ആ വിചാരണ ചെയ്ത് കുറ്റവാളികൾക്ക്, സാലിഹീങ്ങൾക്ക് അള്ളാഹു അതിൻ്റേതായ പ്രതിഫലം നൽകും. കുറ്റവാളികൾക്ക് ആ കുറ്റത്തിൻ്റെ തോതനുസരിച്ചുള്ള ശിക്ഷയും നൽകും. ഇങ്ങനെ എല്ലാം നൽകുന്ന ഇതിനെ നിഷേധിക്കുക, അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഹിസാബും ജസാവും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു അവരുടെ ലക്ഷണം എന്താണ്? അവരുടെ ലക്ഷണം ഫദാലിക്കല്ലദീ യദഉൽ യതീം, ഫദാലിക്ക ഇങ്ങനെ നിഷേധിക്കുന്ന ആ വ്യക്തി അല്ലദീ ഒരുത്തനാണ്, യദഉ അവൻ തള്ളി മാറ്റും, അല്ലെങ്കിൽ ആട്ടിയകറ്റും. അൽ യതീമ അനാഥകളെ, അനാഥകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ പാവപ്പെട്ട അനാഥകളെ സംരക്ഷിക്കുന്നതിന് പകരമായിട്ട് അവൻ ആട്ടിയകറ്റുകയും തള്ളിപ്പറയുകയും ആണ് ചെയ്യുക. ദാലിക ഹുവല്ലദീ യദ്ഫഉൽ യതീമ ദഫ്അൻ അനീഫൻ, വളരെ കാഠിന്യമായ നിരക്കാണ് അവൻ്റെ ഈ ആട്ടിയകറ്റൽ. അത് ഒരു ലക്ഷണമാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. പിന്നെ മറ്റൊരു ലക്ഷണം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, വലാ യഹുല്ലു അവൻ പ്രേരിപ്പിക്കുകയില്ല അലാ തആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ മേൽ അവൻ പ്രേരണ നൽകില്ല. എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രേരണ അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇത് മറ്റൊരു ലക്ഷണമാണ്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ.
അവൻ്റെ അമലുകൾ പിന്നെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ അവസാനത്തെ വാക്ക് എടുത്തു പറയുകയാണ് അല്ലാഹു. ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മേൽ എന്തെങ്കിലും പ്രേരണയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാൽ അതിനുള്ള സഹായമോ അവൻ്റെ പക്കൽ നിന്നുണ്ടാവില്ല. അപ്പോൾ ഭക്ഷണം കൊടുക്കുകയില്ല, കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയുമില്ല. കാരണം മരണത്തെയാവുന്ന ആളുടെ വിശ്വാസമില്ല. വിശ്വസിക്കുന്ന ആളാണെങ്കിലല്ലേ പ്രതിഫല നടപടി കൊണ്ടും ഹിസാബിന് വിചാരണ കൊണ്ടും പിന്നെ വിശ്വാസമുള്ള മനുഷ്യനല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ അവന് ഖിയാമത്ത് നാൾ ഉണ്ട് എന്നുള്ള സങ്കല്പവുമില്ല, ഖിയാമത്ത് നാൾ ഹിസാബ് കൊണ്ടുള്ള വിശ്വാസവുമില്ല, ജസാ എന്നുള്ള പ്രതിഫല നടപടികളെ പറ്റിയുള്ള ഒരു 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 വിശ്വാസവും അവനില്ല. അതിൻ്റെ പേരിൽ ഇത്തരം ലക്ഷണങ്ങളാണ് റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിൻ്റെ പ്രതിഫല നടപടിയുടെ ദിവസത്തെ കളവാക്കുന്ന, ഹിസാബിനെയും കളവാക്കുന്ന വ്യക്തിയെ കണ്ടോ എന്ന് ചോദ്യരൂപത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇസ്തിഫാമും ഒരു ആശ്ചര്യകരമായ നിലയിലാണ് ഇതിനെ അല്ലാഹു ചോദിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആഗ്രഹം ജനിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ് ഈ ഇസ്തിഫാമിൻ്റെ ലഫ്ള് ഉപയോഗിച്ചത്. ചോദ്യത്തിൻ്റെ രീതിയിൽ ഈ വാചകങ്ങളെ അവതരിപ്പിച്ചത്. ഇനി ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൻ നാശം, ലിൽ മുസല്ലീന നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ആളുകൾ അല്ലദീനഹും എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്, ഹും അവർ സ്വലാത്തെയും അവരുടെ നമസ്കാരത്തിൽ വീട്ട് സാഹുവിന് അശ്രദ്ധരാണ്. നമസ്കരിക്കുന്നുണ്ടെങ്കിലും നമസ്കാരത്തെ പറ്റിയുള്ള ശ്രദ്ധയില്ല അവർക്ക്. കാരണം കൃത്യസമയത്ത് നമസ്കരിക്കില്ല, സമയം തെറ്റിച്ച് നമസ്കരിക്കുള്ളൂ. ചിലർ നമസ്കരിക്കുന്നതൊക്കെ ഖളാ ആക്കിയിട്ടാണ്. ഖളാക്ക് എന്ന് പറഞ്ഞാൽ സമയത്ത് നമസ്കരിക്കാതെ. യുഅഖിറൂന സ്വലാത്ത തഹാവുനൻ, വളരെ ഒരു കാര്യമായിട്ട് കണക്കിലെടുക്കില്ല നമസ്കാരത്തെ പറ്റി. നമസ്കാരം സമയത്ത് നമസ്കരിക്കുകയില്ല. അല്ലാഹു തആല ഓരോ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി, ഇതിനൊക്കെ സമയങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിസ്കരിക്കാതാണ് കൃത്യമായിട്ട് മോമിനിൻ്റെ ലക്ഷണം. മറ്റ് മുനാഫിക്കിൻ്റെ ലക്ഷണം കൃത്യമായി നമസ്കരിക്കാതെ അതിൻ്റെ സമയം കഴിഞ്ഞു പോയതിനു ശേഷം നമസ്കരിക്കുക, അല്ലെങ്കിൽ അങ്ങേയറ്റം വളരെ പിന്തിച്ച് നമസ്കരിക്കുക. ഇത് രണ്ടും നിഫാഖിൻ്റെ ലക്ഷണമാണ്. അവർക്കാണ് നാശമൊക്കെ എന്ന് പറഞ്ഞത്. ഈ മുനാഫിഖിൻ്റെ ലക്ഷണം അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞത് നിസ്കാരത്തെയും വിട്ട് അവർ അശ്രദ്ധരാണ്. നമസ്കാരം കൃത്യമായി നമസ്കരിക്കില്ല. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രതിഫലമാണ് പ്രതീക്ഷിക്കുകയില്ല. ഇനി നമസ്കാരം ഒഴിവാക്കി സമയത്ത് നിസ്കരിക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ അതിന് ശിക്ഷയെ ഭയപ്പെടുകയുമില്ല. അതാണ് ആ മുനാഫിഖിൻ്റെ ലക്ഷ്യം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നാശം. എന്താ പറഞ്ഞത്? ഇപ്പോൾ വൈലുൽ ലിൽ മുസല്ലീൻ, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ അനുസരിച്ച് ഈ മുസല്ലി ആരാണ്? അവൻ നമസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവൻ പ്രതീക്ഷിക്കുന്നില്ല. നിസ്കാരം ഒഴിവാക്കിയത് കൊണ്ട് ശിക്ഷയെ അവൻ പേടിക്കുന്നില്ല. എപ്പോഴും നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുക, സമയത്ത് നിസ്കരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ മുസല്ലീൻ എന്ന് പറഞ്ഞ വൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞത്. അവൻ നമസ്കരിക്കുന്നവർക്കാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുക, ശ്രദ്ധയില്ലാതെ കണ്ട് ഖുശൂഇല്ലാതെ നമസ്കരിക്കുന്നതും അതിൽ പെട്ടതാണ്. ഖുശൂഇ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തെപ്പറ്റി, നമസ്കാരത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ വാചകങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഖുർആനും മറ്റുമൊക്കെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ഖുശൂഉണ്ടെന്ന് പറയാം. പിന്നെ നമസ്കാരത്തിൽ മാത്രം ശ്രദ്ധയും പിന്നെ നിയ്യത്തും ഉണ്ടാകുമ്പോൾ അത് ഖുശൂഇൻ്റെ ഡിഗ്രി കൂടി വരും. അങ്ങനെ മഹാന്മാരൊക്കെ നമസ്കരിക്കുന്നത് അവരുടെ നമസ്കാരത്തിൽ എന്തെന്നെ സംഭവിച്ചാലും
അവരൊന്നും അറിയല്ല. നമസ്കാരം അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധമാണ് മഹാന്മാർക്കുള്ളത്. അപ്പൊ നമ്മുടെ നമസ്കാരം മഹാന്മാരുടെ നമസ്കാരം തമ്മിൽ വളരെ അനന്തരമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. നമുക്ക് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ഓർമ്മ വരും, മറന്നുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഓർമ്മ വരാൻ പറ്റിയതാണ് നിസ്കാരം എന്ന് ചിലർ തമാശ രൂപത്തിൽ പറയും. കാരണം നിസ്കാരത്തിലാണ് ഒക്കെ ഓർത്തെടുക്കുക. ഏതായിരുന്നാലും ഈ നമസ്കരിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് പറഞ്ഞാൽ, നമസ്കാരം കൃത്യമായി നമസ്കരിക്കാത്തവർ, പിന്നെ നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാത്തവർ, പിന്നെ നമസ്കാരം ഒഴിവാക്കിയത് കൊണ്ട് ശിക്ഷയിൽ പേടിയില്ലാത്തവരും, ഇങ്ങനെയുള്ള ആളുകളാണ് നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം. പിന്നെ വൈലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂൻ, പിന്നെ ഖുശൂഅ ഖുദൂഇല്ല നമസ്കാരത്തിൽ. അപ്പൊ ഖുശൂഅ ഖുദൂഇല്ലാതിരിക്കുക, സമയത്ത് നിസ്കരിക്കാതിരിക്കുക, പിന്നെ നമസ്കാരം സമയം തെറ്റി നിസ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് നാശം മുഴുവനും എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന, അവര് ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക. അല്ലദീന പിന്നെങ്ങനെയുള്ളവരാണ്? ഹും അവര് യുറാഊന, ആളുകളെ കാണിപ്പിക്കാൻ. റിയാഉം ശുഹറത്തുമായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫേമസ് ആകുക. അപ്പൊ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആളുകളെ മുന്നിൽ വെച്ച് നിസ്കരിക്കുന്നത് റിയാഓടുകൂടിയ ലോകമാന്യം. അവര് ആളുകളെ കാണാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളാണ് എന്നുള്ളത് നാലാൾ അറിയണം, ആ ഉദ്ദേശമായിരിക്കാം. അപ്പോൾ അവർ നിസ്കരിക്കുന്നവരാണ് എന്നൊക്കെയുള്ള പേര് വരുത്താൻ വേണ്ടി, ആ വിഷയത്തിൽ ഫേമസ് ആകാൻ വേണ്ടി, ആ നിസ്കരിക്കുന്ന ആളാണ് എന്ന് നാലാൾ പറയാം. അങ്ങനെ ആ ലോകർക്കിടയിൽ പിന്നെ നല്ല പേര് പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. അതാണ് അല്ലദീന ഹും യുറാഊന എന്ന് പറയുന്നത്, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഷുഹറത്ത് ഫേമസ് ആവുക എന്നുള്ളതും ലോകമാന്യം ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതുമായിരിക്കും എന്തെങ്കിലും നല്ല അമലുകൾ ചെയ്യുമ്പോൾ ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല അവർ തടയുന്നവരുമാണ്. എന്ത് മാഊന, നിസ്സാര കാര്യങ്ങൾ, നിസ്സാരമായിട്ട് ഫലപ്രദമായ ചില സാധനങ്ങൾ ആളുകൾ ചോദിച്ചാൽ കൊടുക്കാൻ മടി. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അയൽവാസികൾ ഒരു ലേശം ഉപ്പ് കാട്ടി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നിസ്സാര സാധനമാണല്ലോ. അതുപോലെ തന്നെ വെള്ളം ചോദിക്കുക, ആ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക. കുറച്ച് വെള്ളം അടിക്കട്ടെ എന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കാതിരിക്കുക. വെള്ളമില്ലാത്തൊരു സന്ദർഭത്തിൽ വെള്ളം കിട്ടാൻ വേണ്ടി ശ്രമം നടത്തും, പക്ഷെ ഒരാളും കൊടുക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കാം അവൻ്റെ ചിന്താഗതി. അള്ളാഹു അല്ലേ വെള്ളം കൊടുക്കുന്നവൻ. അപ്പോൾ ചിലപ്പോൾ കിണറിലുള്ള വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോകാം. ഇത് അള്ളാഹുവാണ് ഈ വെള്ളം തരുന്നതൊക്കെ. ഇങ്ങനെ വെള്ളത്തിൽ തടയുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ കടം ചോദിച്ചു, അതൊരു പാത്രം കാട്ടിയത്, എൻ്റെ വീട്ടിലൊരു സദ്യയുണ്ട്, ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ 4 പാത്രങ്ങൾ കിട്ടിയാൽ മേടിക്കാതെ കഴിഞ്ഞല്ലോ എന്നുള്ള നിലയിൽ അതൊക്കെ ഒന്ന് ആവശ്യപ്പെടാം. അത് 2-3 പാത്രങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്. പിന്നെ ഏറ്റവും നിസ്സാര സാധനം ഒരു സൂചി, അതും കൂടി ചോദിച്ചാൽ കൊടുക്കില്ല ചിലത്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മഴ പോലെയുള്ള ഇങ്ങനെയുള്ള നിസ്സാര സാധനങ്ങൾ, ഫലപ്രദമായ സാധനങ്ങൾ, അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആൾക്ക് അതുകൊണ്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാവും. അതാണെങ്കിലോ നിസ്സാര സാധനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കണം. മനുഷ്യൻ ചോദിച്ചാൽ അതെല്ലാം കൊടുക്കണം. അയൽവാസികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് മൂമിനിൻ്റെ ലക്ഷണമാണ്. മുനാഫിക്കിൻ്റെ ലക്ഷണം, മൂമിനിൻ്റെ ലക്ഷണമാണ് അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നിനക്ക് 7 ആയത്തുകൾ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ സൂറത്തുൽ കൗസറും 3 ആയത്തുകളുള്ള സൂറത്തുൽ കൗസർ പിന്നെ സൂറത്തുൽ കാഫിറൂനയും ഇൻഷാ അല്ലാഹ് എടുക്കാം. 224. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.